സദാചാര പോലീസിനെതിരായ ചുംബന കൂട്ടായ്മയുടെ പ്രചരണാർത്ഥം കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒത്തുചേർന്ന യുവാക്കളും ഒരു സംഘം ആളുകളും തമ്മിൽ വാക്കേറ്റ്. കോൺഗ്രസ് പ്രവർത്തകർ എന്നവകാശപ്പെട്ടെത്തിയ ഒരു കൂട്ടം ആളുകളാണ് കൊച്ചിയിൽ ചുംബനദിനം അനുവദിക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് കിസ് ഓഫ് ലവ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചത്. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ചുംബന സമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞതോടെയാണ് പ്രചരണ പരിപാടിയിൽ പോലീസിന് ഇടപെടേണ്ടി വന്നത്. നവംബർ 2-ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ചുംബന കൂട്ടായ്മയുടെ ഭാഗമായാണ് ഒരു സംഘ യുവാക്കൾ ഇന്ന് രാവിലെ ഒത്തുചേർന്നത്. പ്ലക്കാർഡുകളും പ്രദർശിപ്പിച്ചായിരുന്നു ഇവരുടെ ഒത്തുകൂടൽ. ചുംബന കൂട്ടായ്മ സദാചാര പോലീസിനെതിരായ പ്രതിഷേധം മാത്രമാണെന്ന് ഇവർ പറഞ്ഞു. പക്ഷെ രണ്ടുപേർ ഭാര്യ ഭർത്താവായിരിക്കാം, ചിലപ്പം കാമുകി കാമനാർ, അവർ കൈ ചേർത്ത് പിടിച്ച് ഇവിടെ നടക്കുകയോ ഒന്നിച്ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് വരും തലമുറ വഴിതെറ്റി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അതിൽ കൈകടത്തേണ്ട അവകാശം വേറെ ആർക്കുമില്ല. കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ, അത്രേ ഉള്ളൂ. ഈ പേര് കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കലാണ്, വരുന്നവർക്കെല്ലാം ചുംബനം ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചിലരൊക്കെയാണ് ഇവിടെ പ്രതിഷേധമായിട്ട് വന്നേക്കുന്നത്. എന്നാൽ പ്ലക്കാർഡുമായി എത്തിയ കിസ് ഓഫ് ലവ് പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകരെന്ന് അവകാശപ്പെട്ട് ഒരു സംഘം ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചു. കൊച്ചിയിൽ ചുംബന ദിനം നടത്താൻ അനുവദിക്കില്ലെന്നും ഇവർ പറഞ്ഞു. ഇന്ന് ഇവര് ഫ്ലെക്സ് പിടിച്ചു, നാളെ ഇവര് പരസ്യമായിട്ട് നിൽക്കില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? പൊതുജനങ്ങളുണ്ട് ഇവിടെ. സദാചാര ഗുണ്ടായിസത്തിനെതിരായ പരിപാടിയുടെ പ്രചാരണ പ്രവർത്തനം പോലും അത്തരമൊരു ആക്രമണത്തിനാണ് ഇരയായത്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.